എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്ത അനിരുദ്ധിനോട് പറയുകയാണ്, എനിക്ക് നന്നായിട്ട് വയറ് വേദനിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എണീച്ച് പോവാണ്. അപ്പം നോക്കി പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സമ്പൂർണ്ണ അമ്മയും കൂടി പറയുകയാണ്, ഇപ്പോൾ എന്തായാലും ബോന്ത നിന്നെ പേര് പറഞ്ഞിട്ടില്ല, അപ്പോൾ നിന്നെ അവൾക്ക് ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സമ്പൂർണ്ണ ബോന്തയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ബോന്ത നല്ല രീതിക്ക് ദേഷ്യത്തോട് പെരുമാറുന്നുണ്ട്. അവളോട് എന്തിനെന്നാണ് പറഞ്ഞത്, അവളോട് എന്തിനാ ശാപമാണ് ഈ മെൻസ്ചറൈസേഷൻ എന്നൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സമ്പൂർണ്ണനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ കരഞ്ഞിട്ട് ഓരോന്നൊക്കെ പറയുകയാണ്. അതായത് എനിക്ക് ആദ്യത്തെ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല, അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നിനക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതെനിക്ക് ഇഷ്ടമായിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവൾ മരിക്കുകയാണ് നല്ലത്, അപ്പോൾ ഇനി മരിക്കാൻ പോകാമെന്ന് സമ്പൂർണ്ണ പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ ഒരുപാട് തുണികൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോന്നിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അബ്സോർബ് ആവുന്ന ആ തുണി അവൻ എടുക്കുകയാണ്. എന്നിട്ട് കോയിലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കോയിലാണെങ്കിൽ ആകെ ഇങ്ങനെ നാണക്കേട് കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ കോയിലോട് അവൻ പറയുന്നുണ്ട്, നമ്മളല്ലേ ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഈ പ്രായത്തിലുള്ള അവൾക്ക് എന്താ ഇതെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും നമ്മളല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സഹായം ചെയ്യണം, ഇതൊന്ന് എനിക്ക് ശരിക്കും പോലെ ഒന്ന് പഞ്ഞിയൊക്കെ വെച്ചിട്ടൊന്ന് തുന്നി തരണം എന്ന് പറയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധ ബോന്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാമെന്ന് കോയിലി പറയുകയാണ്. എന്നിട്ട് കോയിലി അവിടെ ഇരുന്നിട്ട് തുന്നാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഒപ്പം പറയുകയാണ്, നിങ്ങളെപ്പോലെ ഒരു ഭർത്താവ് ബോന്തയ്ക്ക് കിട്ടിയില്ലേ, അവളുടെ ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ പറയാണ്, എൻ്റെ ഭാഗ്യമാണ്, അവളെപ്പോലെ ഒരു ഭാര്യനെ എനിക്ക് കിട്ടിയില്ലേ, അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നവൻ പറയുന്നുണ്ട്. അതിനുശേഷം സമ്പൂർണ്ണനെ കാണിക്കുകയാണ്. സമ്പൂർണ്ണ ഇങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ചാടാനൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ വെറും അടവാണ് അവളുടെ. അപ്പോൾ അതിനുശേഷം സമ്പൂർണ്ണ പോയിട്ട് ത്രിലോചനോടും എല്ലാവരും മുമ്പിൽ നിന്ന് മാപ്പ് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ 2 സഹോദരന്മാരെയും തമ്മിൽ തല്ലിച്ചില്ലേ, അപ്പോൾ അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ നല്ലത് പറഞ്ഞു തന്നതിൻ്റെ ബോന്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ത്രിലോചനോട് അവൾ മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിതൻ ത്രിലോചനോട് പറയുന്നുണ്ട്, മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ത്രിലോചന മാപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സീന് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ അവിടെയും സമ്പൂർണ്ണ ഇതൊക്കെ ചെയ്തതും ഇങ്ങനെയൊക്കെ പറഞ്ഞതും ശരിക്ക് നല്ലതിന് വേണ്ടിയിട്ടൊന്നുമല്ല, അവൾ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ മുഖം പിന്നെയും അത് ഇഷ്ടത്തരം മനസ്സിൽ നിറച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അപ്പോൾ അനിരുദ്ധ പാഡ് കൊടുത്തിട്ട് ബോന്തയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബോന്ത ഇത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇതെന്ത് സാധനം എന്ന് നോക്കിയിട്ട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ബോന്ത ഇത് നിനക്ക് വേണ്ടിയിട്ടാണ്, നീ ഇപ്പോൾ ഈ കർട്ടനും ഈ പഞ്ഞൊക്കെ വെച്ച് ചെയ്തിരുന്നില്ല, അപ്പോൾ അതേപോലെ തന്നെ ഇത് നീ ഉപയോഗിച്ചോ, പിന്നെ ഇത് നീ ഉപയോഗിച്ചിട്ട് ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്നോ, നിനക്ക് നിൽക്കാനോ ഇരിക്കാനോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയും, അപ്പോൾ നമുക്ക് വേറെ ഉണ്ടാക്കാമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ത്രിലോചന അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ത്രിലോചന അറിഞ്ഞിട്ടുണ്ടാവില്ല, ബോന്ത പ്രായപൂർത്തിയായ കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അനിരുദ്ധ് ബോന്തയോട് പറഞ്ഞിട്ടുണ്ടാവും, ഒരിക്കലും ത്രിലോചന ഇത് അറിയരുത്, എന്നാൽ എക്സാമിന് നിന്നെ വിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്തെ എക്സാമിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ത്രിലോചന അങ്ങോട്ട് വന്നേക്കുന്നത്. എന്നിട്ട് ത്രിലോചൻ മധുരമൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വായോ എന്നൊക്കെ പറയുന്നുണ്ട് അവളോട്. അപ്പോൾ അതിനൊക്കെ ശേഷം അവർ രണ്ടാളും കൂടിയിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാതിലിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ത്രിലോചൻ വന്നിട്ട് ആ വാതിലടച്ചിട്ട് പറയുകയാണ്, എന്തായാലും ബോന്ത പോകാൻ പറ്റില്ല, അവൾക്ക് എന്തായാലും ഇനി പോകാൻ തന്നെ പറ്റില്ല, അവൾക്ക് ആദ്യമായിട്ട് അവൾ പ്രായപൂർത്തിയാക്കിയില്ലേ, അപ്പോൾ ഇനി ഒരിക്കലും ഇപ്പോൾ ഈ സമയത്ത് അവൾക്ക് പോകാൻ വേണ്ടി പറ്റില്ല സ്കൂളിലേക്ക്, അവൾ എപ്പോഴും റൂമിലിരിക്കേണ്ട സമയമാണ്, അപ്പോൾ ഇത് കഴിഞ്ഞല്ലാതെ ഇനി അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് ത്രിലോചൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് സമ്പൂർണ്ണ വഴിയാവും ത്രിലോചൻ അറിഞ്ഞിട്ടുണ്ടാവുക. സമ്പൂർണ്ണ ഇങ്ങനെ പൂജാമുറി എന്നിട്ട് ത്രിലോചൻ കേൾക്കാൻ വേണ്ടിയിട്ട് ദേവിയോട് ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് ത്രിലോചൻ മനസ്സിലാക്കുന്നത് ബോന്തയ്ക്ക് ഇതൊക്കെ സ്റ്റാർട്ടായി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ത്രിലോചൻ മടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ ത്രിലോചനോട് പറയുന്നുണ്ട്, എന്തായാലും ബോന്ത ഇന്ന് എക്സാം എഴുതാൻ പോകും എന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്ത പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നാട്ടുകാരനെയും ആരിനെയും എനിക്ക് പേടിയില്ല, അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാൻ എന്തായാലും എക്സാം നല്ല പോലെ എഴുതുമെന്ന് അവളും പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബോന്തിയും അനിരുദ്ധയും കൂടിയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ സമ്പൂർണ്ണയുടെ അമ്മ അവിടെയുള്ള എല്ലാ സ്ത്രീകളോടും നാട്ടുകാരോടൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ബോന്തയുടെ ഈ പ്രായപൂർത്തിയായതും. അപ്പോൾ അവൾ ഭർത്താവിൻ്റെ ഒപ്പം പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ
എല്ലാവർക്കും ശാപാണ് പാപാണ് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവൾ ഈ സമയത്ത് പുറത്തിറങ്ങി എന്നുള്ളത്. അപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പാപമായിട്ടാണ് അവിടുത്തെ ആൾക്കാരൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അനിരുദ്ധിൻ്റെ അടുത്ത് ഇവൾ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. പക്ഷേ അനിരുദ്ധ അവൾക്ക് പിന്നെയും ധൈര്യം കൊടുക്കുന്നുണ്ട്. നീ ഒരിക്കലും ഇങ്ങനെ പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ധൈര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ധൈര്യത്തോടെ തന്നെ അവരുടെ മുമ്പിൽ കൂടെ നടന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ബോന്തിട്ട് അനിരുദ്ധം കൂട്ടിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് ബോന്ത് ചോദിക്കുന്നുണ്ട് അപ്പം അനിരുദ്ധിനോട്. അപ്പം അനിരുദ്ധ പൊക്കോ എന്ന് പറയാണ്. അപ്പം അങ്ങനെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും ബോന്തയുടെ മാമിയും പിന്നെ അവിടെയുള്ള സ്ത്രീകളൊക്കെ അവിടേക്ക് ഇറങ്ങി വരികയാണ്. നീ ഇവിടെ അശുദ്ധാക്കാൻ വന്നേക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ചെയ്തതല്ല തെറ്റ്, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യണതാണ് തെറ്റ്. ഈ ദേവിയുടെ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ശബ്ദം എടുക്കുന്നില്ല, അപ്പം ഇതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന് ശേഷം അവൾ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം അവളും കൂടിയിട്ട് ഇന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവിടെ പൂജാരികളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ സമ്പൂർണ്ണയോട് അനിരുദ്ധ ചോദിക്കുന്നുണ്ട് ഇവരെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സമ്പൂർണ്ണ പറയുന്നുണ്ട് ഇപ്പോൾ ഏതായാലും മോന്ത് പ്രായപൂർത്തിയായിരിക്കുമല്ലോ, അപ്പോൾ അതിന് ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ പോവാണ്. അപ്പോൾ എല്ലാ ഗ്രാമവാസികളും വരുന്നുണ്ട്. മോന്തയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോൾ മോന്ത് ഒരുപാട് സന്തോഷിച്ചിട്ട് കൈയൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധം അതിനൊന്നും പറയുന്നില്ല, അവൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അനിരുദ്ധ മോന്തയുടെ കാൽമത്തെ ലേസ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. അത് അഴിഞ്ഞു പോയിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അത് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ അകത്തിരുന്ന് പറയുന്നതൊക്കെ അനിരുദ്ധ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് അനിരുദ്ധ മോന്തെ കൂടിയിട്ട് ഒപ്പം ഇരുന്നിട്ട് എല്ലാ പൂജകളും ചടങ്ങുകളും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനുശേഷം അവർ വിവാഹ ജീവിതം തുടങ്ങും. അവരെ ഒരു മുറിയിൽ തന്നെ ഇനി കെടുത്തും എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ അങ്ങനെ അവൻ ദേഷ്യം വന്നിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവരെ പിടിച്ച് വലിച്ചിട്ട് പറയാണ് മതി നിങ്ങളുടെ ഡ്രൈവർ വിളിക്കുന്നുണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ത്രിലോചൻ പറയാണ് നിങ്ങൾ പോവല്ലേ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇതിന് നിങ്ങൾ പൊക്കോ, പക്ഷെ നാളെ എന്തായാലും ഇങ്ങോട്ട് വരണം കേട്ടോ, ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ളതാന്ന് പറയുമ്പോൾ അനിരുദ്ധ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ ചടങ്ങുകളൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോൾ അനിരുദ്ധിന് ത്രിലോചൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഭാര്യയും ഭർത്താവും വേറെ മുറിയിലൊന്നുമല്ലല്ലോ, ഒരുമിച്ച് തന്നെയല്ലേ കിടക്കുക. പിന്നെ എന്തായാലും ഞങ്ങളുടെ ഈ റോയ് ചൗധരി ഫാമിലിക്ക് ഒരു അവകാശം വേണമല്ലോ, അപ്പോൾ അത് തരേണ്ടത് നിങ്ങളല്ലേ. അപ്പോൾ പിന്നെ ഈ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ 4-5 കുട്ടികളെ പ്രസവിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്നൊക്കെ ത്രിലോചൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ പറയാണ് കാക്കപ്പം എന്താ പറഞ്ഞു വരുന്നത്, ബോന്തനെ കൊണ്ട് പ്രസവിക്കാൻ, അവൾ ചെറിയ കുട്ടിയല്ലേ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചനാണെങ്കിൽ ഒരു പൊടിക്ക് വിട്ടു കൊടുക്കുന്നില്ല, നിങ്ങൾ ഈ ചടങ്ങ് എന്തായാലും ചെയ്യണമെന്ന് ത്രിലോചൻ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അകത്തേക്ക് പോവാണ്. അപ്പം അങ്ങനെ ത്രിലോചൻ സമ്പൂർണ്ണയോട് പറയുന്നുണ്ട് നീ ഇനി പോയിട്ട് എല്ലാ കാര്യങ്ങളും ബോന്തയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ചടങ്ങുകളുടെ കാര്യവും എല്ലാം അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇനി അവർ രണ്ടുപേരും ഒരു മുറിയിലെ കഴിയാൻ പാടുള്ളൂ എന്ന് ത്രിലോചൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സമ്പൂർണ്ണ ബോന്തയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ബോന്തയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ഈ കാര്യത്തിലേക്ക് അവൾ വരികയാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ എന്തായാലും ഇനി അത്ര അടുത്തിട്ടൊന്നല്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവൾ പറയാണ് എന്തുകൊണ്ടും അടുത്തിട്ടില്ല, ഞാനും എൻ്റെ പത്തി ബാബുവിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഞങ്ങളിപ്പോൾ നല്ല അടുത്തിട്ട് തന്നെയാണെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ പറയാണ് നീ എന്തിപ്പോൾ പറയുന്നത്, ഇപ്പം ഞാനും ഇപ്പം നിൻ്റെ സസുർജിയും കൂടിയിട്ട് ഒപ്പല്ലേ നിൽക്കുന്നത്, ഒരേ റൂമിലല്ലേ, പക്ഷെ നിങ്ങൾ വേറെ റൂമിലല്ലേ കിടക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ മനസ്സ് അത്ര അടുപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമ്പൂർണ്ണ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇതിങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോന്ത ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിടന്നുകൂടാന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് സമ്പൂർണ്ണ പറയുന്നുണ്ട് ത്രിലോചനാണ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവളെ വിട്ടതെന്ന് പറയുമ്പോൾ ത്രിലോചനും പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട് അനിരുദ്ധിനെ എന്തായാലും ഇനി ഒപ്പം കെടുക്കാൻ വേണ്ടിയിട്ട് നീ തന്നെ സമ്മതിപ്പിക്കണം എന്ന് പറയാണ്. അപ്പോൾ ബോന്തിത്തെയും അതിന് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അനിരുദ്ധ് കോഹ്ലിയോട് പറയാണ് എന്തായാലും ബോന്തയ്ക്ക് ഇപ്പോൾ ഒരു ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരിയാണ് തോന്നുന്നു ഇങ്ങനെ ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഹ്ലി അത് മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും ബോന്ത അങ്ങോട്ട് വന്നിട്ട് അനിരുദ്ധിനോട് പറയാണ് എന്തപ്പോൾ കാട്ടുന്നത്, കോഹ്ലിനെ മാത്രം എന്തിനാണ് വിടുന്നത്, നിങ്ങൾക്ക് കണ്ട് നേരിട്ട് വന്നൂടെ, പിന്നെ ഞാൻ രാവിലെ മുതൽ അവിടെ കാത്തിരിക്കുന്നത് എൻ്റെ അടുത്തേക്കൊന്നും വന്നില്ലല്ലോ, നിങ്ങളുടെ ഭാര്യയുടെ ഒരു ചിന്തയില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബോന്തിത്ത് ഇങ്ങനെ അവനോട് ഓരോന്ന് പറയാണ്. അപ്പോൾ കോഹ്ലി ഇത് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്.
അനിരുദ്ധ അവൻ്റെ കയ്യിലുള്ള ആ ചൂട് പിടിക്കാനുള്ളത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ അതായിട്ട് സോഫയിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവനോട് ചോദിക്കുകയാണ്, അപ്പോൾ എല്ലാ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരുടെ റൂമിലല്ലേ കിടക്കുക, അപ്പോൾ നമ്മൾ മാത്രം തന്നെ ഇങ്ങനെ മാറിക്കിടക്കണ്, എല്ലാവരും പറയുന്നുണ്ടല്ലോ അത് സ്ത്രീകളുടെ അധികാരമാണ്, നമ്മൾ രണ്ടാളും ഒപ്പം കിടന്നുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം, അപ്പോൾ ഇനി മുതൽ നമുക്ക് ഒപ്പം കിടക്കാമെന്നൊക്കെ പറയുമ്പോഴും അവൻ അസ്വസ്ഥനാവുകയാണ്. അപ്പോൾ അവളിങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ടല്ലേ, പിന്നെ ഞാൻ കുറുക്കൊന്നും വലിക്കില്ല, ഞാൻ കുറച്ച് സ്ഥലത്ത് തന്നെ കിടന്നോളാം, ഇപ്പോൾ ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്ക് നമുക്കൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടെന്ന് അവൾ പറയുമ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അതിനുശേഷം അവൾ ഒരു ചെറിയ അൽമാരിയില്ലേ, അപ്പോൾ അൽമാരിയിൽ കയറി കുത്തിരുന്നിട്ട് പറയാണ്, അല്ല ഇനി ഇനിയിപ്പോൾ എനിക്ക് ഉത്തരം തരാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ആകെ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം അവന് ഇങ്ങനെ അവളെ കാണാൻ തന്നെ ഒരു താല്പര്യമില്ല. കാരണം അവൾ ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് അവനിപ്പോഴും അവളെ കാണുന്നത്. അപ്പോൾ അവനെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ്. അപ്പം നേരെ പോകുന്നത് ടെറസിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവൻ ആലോചിക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ ഞാനിപ്പോൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക, അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അവൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവളെ കാണുന്നത് വെറും ഉത്തരവാദിത്തം മാത്രമായിട്ടാണ്, അല്ലാതെ ഭാര്യ എന്നുള്ള ഒരു നിലക്ക് ഞാൻ അവളെ ഇതുവരെ കണ്ടിട്ടില്ല, അവൾ പിന്നെ കുട്ടിയല്ലേ, അപ്പോൾ ഇതൊന്നും അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞിട്ട് അനിരുദ്ധ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം കാണിക്കുന്നത് രാത്രിയാണ്. അപ്പോൾ അനിരുദ്ധ ഇങ്ങനെ റൂമിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ബോന്ത ഇങ്ങനെ ഒരുങ്ങി വരുന്ന പോലെ അവന് തോന്നുകയാണ്. അപ്പോൾ ആകെ ഞെട്ടുന്നുണ്ട്. പക്ഷെ അവൾ ഒരുങ്ങിയിട്ടൊന്നുമല്ല വന്നിട്ടുണ്ടാവുക, അത് അവൻ്റെ തോന്നൽ മാത്രമാണ്. അവൾ ഒരുങ്ങിയിട്ട് പാലൊക്കെ പിടിച്ച് വരുന്നത് അവൻ വെറുതെ ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അപ്പോൾ അവളാണെങ്കിൽ അവനുള്ള ഫുഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവനോടത് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ദേഷ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഏതായാലും ഒരു ഭാര്യയുടെ കടമല്ലേ ഭർത്താവിന് സേവനം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവനെ ഒരുപാട് നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം അവൻ പറയുകയാണ്, നല്ല ദേഷ്യത്തിൽ, എന്തായാലും ഇനി മുതൽ നീ എന്നെ പത്തിബാബു എന്ന് വിളിക്കരുത്, മാത്രമല്ല എൻ്റെ റൂമിലേക്ക് നീ എനിക്ക് കിടക്കാൻ തന്നെ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ബോന്ത അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് കടന്നുകൂടാ, അതൊരു ഭാര്യയുടെ ഉത്തരവാദിത്തമല്ലേ, എന്തുകൊണ്ട് എനിക്ക് റൂമിൽ കിടന്നുകൂടാ, നമുക്ക് ഒരുമിച്ച് നിന്നുകൂടാന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. ഉത്തരം തരാൻ വേണ്ടിയിട്ട് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവന് പിന്നെയും പറയാണ്, ഇനി എന്നെ പത്തിബാബു എന്ന് വിളിക്കണ്ട, ഇനി എൻ്റെ റൂമിലേക്ക് നീ കടന്നു പോവരുതെന്ന് അവളോട് നല്ല ദേഷ്യത്തിൽ അവൻ പറയാണ്. എന്നിട്ട് അവളെ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്താക്കുകയാണ്. എന്നിട്ട് വാതിൽ അടക്കുന്നുണ്ട്. അപ്പോൾ അവൾ പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എനിക്കിതിന് ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ അവിടെ ഇരുന്നിട്ട് അവിടെ ഉറങ്ങി പോവാണ്. അപ്പോൾ അനിരുദ്ധ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ബോന്താന്ന് വിളിച്ചിട്ട് അവളുടെ തലയിൽ ഇങ്ങനെ തലോടാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അവൻ എന്തോ ആലോചിച്ചിട്ട് അത് നിർത്തിയിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ്. പിന്നെ ബോന്തി ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അനിരുദ്ധ അവിടെ ഉണ്ടാവില്ല, അനിരുദ്ധ എങ്ങോട്ടോ പോയിട്ടുണ്ടാവും. അപ്പോൾ അവൾ കോയിലിയോടെ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് പത്തിബാബു. അപ്പോൾ അങ്ങനെ കോയിലി പറയുന്നുണ്ട്, നിൻ്റെ അമ്മേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിലേക്ക് ആൾ പോയേക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ ഗ്രാമത്തിൽ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലൊന്നും അമ്മ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയാണ്, ഇവിടുത്തെ അന്ന് മാങ്ങത്തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ പൈസ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്, പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിന് ആകെ എന്തൊക്കെ ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ ബോന്തയുടെ അമ്മേനെ അന്വേഷിക്കാൻ വേണ്ടി പോയതെന്ന് സമ്പൂർണ്ണ അറിയുന്നുണ്ട്. അപ്പം അങ്ങനെ സമ്പൂർണ്ണയും അച്ഛനും അമ്മയും കൂടിയിട്ട് ബോന്തയുടെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇനി എന്തായാലും അവൻ അന്വേഷിച്ചിട്ട് ഇവിടെ വരെ എത്തിയാൽ നമ്മളാകെ പെടും, അപ്പോൾ അതുകൊണ്ട് ഈ അമ്മേനെ ഇവിടുന്ന് എങ്ങനെയും മാറ്റി തന്നെ വേണം എന്നൊക്കെ സമ്പൂർണ്ണ പറയുന്നുണ്ട്. പിന്നെ ത്രിലോചനോട് അവിടെ റോയ് ചൗധരി ഫാമിലിയിൽ തന്നെ വേറൊരു ബന്ധു വന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു വയസ്സായ ആളാണ്. അപ്പോൾ ആ ആള് ത്രിലോചനോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചന ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ആവും എന്നറിയില്ലല്ലോ, അനിരുദ്ധ ഇതിനൊന്നും സമ്മതിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് ആദ്യം ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബോന്തനെ കാണിക്കുകയാണ്. അപ്പോൾ ബോന്തനെ എല്ലാ സ്ത്രീകളും കൂടി മഞ്ഞളൊക്കെ തേപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ ചടങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിൻ്റെ വളകൾ പൊട്ടും, പിന്നെ ഇത് കട്ടിൽ പൊട്ടും, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരോട് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം അനിരുദ്ധ നിനക്ക് പറഞ്ഞു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിറ്റൻ പറയാണ്, എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള പാഠങ്ങൾ ആൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, അപ്പോൾ ഇതും ആൾ തന്നെ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവളെ മഞ്ഞളൊക്കെ തേപ്പിച്ചിട്ട് അവർ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.